ചുവന്നു തുടുത്ത നല്ല മധുരമുള്ള ക്യാരറ്റുകൾ വിളവെടുക്കുകയാണ് ഇതാ രാജസ്ഥാനിൽ. കഥ പറയാം. രാജസ്ഥാനിലെ മത്താനിയ ഗ്രാമത്തിലേക്കാണ് ചുവന്ന ക്യാരറ്റുകളുടെ വിളവെടുപ്പ് കാണാൻ ഞാൻ എത്തിയിരിക്കുന്നത്. വിളവെടുക്കുക മാത്രമല്ല, അവയിലെ ചെളികളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുന്ന കാഴ്ചയുമുണ്ട്. ഉമേദാറാമിൻ്റെയും ഭാര്യ മാങ്കി ദേവിയുടേതുമാണ് ഈ തോട്ടം. തോട്ടത്തിലെ ജോലികളെല്ലാം ചെയ്യുന്നത് മക്കളും പേരമക്കളും തന്നെയാണ്. കൈകൾ കൊണ്ട് തന്നെ അനായാസം പറിച്ചെടുക്കാവുന്ന വിധം മൃദുവായ മണ്ണാണ്. പക്ഷേ ഒരല്പം കൂടി എളുപ്പത്തിന് ചെറിയൊരു ഉപകരണം കൂടി ഇവരുടെ കൈവശമുണ്ട്. വിളവെടുത്ത ക്യാരറ്റുകളിൽ നിന്ന് മുകൾ ഭാഗം വേർതിരിച്ച് മാറ്റിവെക്കുന്നതാണ് അടുത്ത ജോലി. പേരമക്കളാണ് ഈ ജോലിക്ക് നേതൃത്വം കൊടുക്കുന്നത്. തണുപ്പ് കാലമായതിനാൽ സ്കൂൾ അവധിയാണ്. ഈ കാലയളവിൽ മുത്തശ്ശിയെ സഹായിക്കലാണ് പേരമക്കളുടെ പ്രധാന ഹോബി. നമ്മുടെ നാട്ടിലെത്തുന്ന ക്യാരറ്റുകൾ പൊതുവെ ഓറഞ്ച് നിറത്തിലുള്ളതും അതുതന്നെ ഇത്ര വലിപ്പമുള്ളതുമല്ല. പക്ഷേ ഇത് നോക്കൂ, വളരെ വലിപ്പമുള്ള ക്യാരറ്റുകൾ. ഇനി ഇവയിൽ പറ്റിപ്പിടിച്ച ചെളികളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം. അതിനായി ക്യാരറ്റുകൾ ഈ ഉപകരണത്തിൽ വെച്ച് വെള്ളം കണക്ട് ചെയ്ത് അല്പസമയം കറക്കിയെടുക്കും. അതുകഴിഞ്ഞ് കവാടം തുറന്നാലാണ് ക്യാരറ്റുകളുടെ തനി നിറം പുറത്തു കാണാനാവുക. പിന്നീട് അവസാന ഘട്ട ക്ലീനിങ്ങിന് ശേഷം ചാക്കുകളിലേക്ക് മാറ്റുന്നു. ശേഷം മാർക്കറ്റിലേക്ക്. ഈ കാഴ്ചകളുടെ ഒരു സൗന്ദര്യം നോക്കൂ. ആഹാ. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ജോലികൾ അവസാനിക്കാൻ വൈകിട്ട് 7 മണിയെങ്കിലുമാകും. വലിയ അധ്വാനം ഇതിനു പിറകിലുണ്ട്. പക്ഷേ കിലോയ്ക്ക് 10 രൂപ വരെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. മാങ്കി ദേവി പറഞ്ഞു വെച്ചു. ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരൽപ്പം മധുരം ചുവന്ന ക്യാരറ്റുകൾക്കുണ്ട്. തണുപ്പുകാലത്താണ് ഇവ വിളവെടുക്കുന്നത്. നഗരത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെ ഈ ഉൾഗ്രാമത്തിൽ ഗ്രാമീണതയുടെ നിഷ്കളങ്കതയും വിളവെടുപ്പിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ സ്നേഹമാണ് ഇവർ വിളവെടുക്കുന്ന വിഭവങ്ങൾക്കൊപ്പം ഒരു തരത്തിൽ നമ്മളിലേക്കും എത്തിച്ചേരുന്നത്. വീണ്ടും കാണാം.